ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ ചാനലിട്ട സൂട്ടോപ്പിയ 1ന്റെ പാർട്ട് 2 ആണ്. സൂട്ടോപ്പിയ 2. മൂവിയുടെ സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് പാർട്ട് നടന്നൊക്കെയാണ് കാണിക്കുന്നത്. അത് ജൂഡി നിക്കും ചേർന്ന ചെമ്മരിയാനെ പിടിക്കുന്നതും അവളെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. അത് കാരണം ഇവരും ഒരുപാട് ഫേമസ് ആയി. നിക്കും പോലീസിൽ കയറി. അത് കാരണം ജൂഡിയും അവന് ഗിഫ്റ്റായിട്ട് ആ റെക്കോർഡ് ചെയ്യുന്ന ക്യാരറ്റിന്റെ പേനയും കൊടുത്തു. ഇതാണ് സൂട്ടോപ്പിയുടെ പുതിയ മേയർ. ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ പഴയത് വന്ന സിംഹത്തിന്റെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. സൂട്ടോപ്പിയ തുടങ്ങി 100 വർഷമായി. അത് കാരണം ഒരു ഫംഗ്ഷൻ നടത്താൻ പോകുന്നതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചീഫ് പോവുകയെ കാണിക്കുകയാണെങ്കിൽ ഒരു ആൻറ്റിറ്റർ കുറേ നാളായിട്ട് സ്മഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവോടെ പിടിക്കണമെന്നൊക്കെ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജൂഡി നിൽക്കുകയാണെങ്കിൽ ആ മീറ്റിംഗിലേ ഇല്ല. ആ സ്മഗ്ലറിനെ പിടിക്കാൻ വേണ്ടി ഓൾറെഡി ആ സ്പോട്ടിലോട്ട് പോയിരിക്കുകയാണ്. ഇതാണ് ആ സ്മഗ്ലിങ് ചെയ്യുന്ന ആൻറ്റിറ്റർ ആയിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ. ഇയാളും ഇവരെ കണ്ട് നിങ്ങളൊക്കെ ആരാണ്, ഇങ്ങോട്ട് വരാനൊന്നും പാടില്ലെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും. നിക്കും ഇന്നെൻ്റെ മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ആക്സിഡൻറ്റിന് ശേഷം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഇവിടെ വരണമെന്നൊക്കെയാണ് പറഞ്ഞ് ആ ഓഫീസറിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരുന്നതും. ജൂഡിയും അവിടെയെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവ സ്മഗ്ലിംഗ് ചെയ്യുന്ന സാധനം കണ്ടുപിടിച്ചതും ആ ആൻറ്റിറ്റോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. ഇവരും അവിടെ വന്നൊരു പന്നിയുടെ കാർ വാങ്ങി അവനെ ഫോളോ ചെയ്തു പോകുന്നു. വാങ്ങിയെന്ന് പറയുന്നതിനായിട്ട് നല്ലത് അടിച്ചു മാറ്റിയിട്ട് അവനെ ഫോളോ ചെയ്തു പോകുന്നു. ഇവർ എത്ര ഒരുമിച്ച് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാലും ഇവർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ജൂഡി എല്ലാ കാര്യത്തിലും ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ നിക്കാണെങ്കിൽ ഭയങ്കര കൂളായിട്ട് അതൊന്നും അവനെ കെയർ ചെയ്യാത്ത പോലെയാണ് ഇരിക്കുന്നത്. ഇവരങ്ങനെ അവനെ ഭയങ്കരമായിട്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തില് വണ്ടി തട്ടി അവൻ്റെയും പോകുന്നു. അങ്ങനെ അതൊരു ഫെസ്റ്റിവലുള്ള ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഇടിക്കാൻ പോയതും ജൂഡി ഭയങ്കരമായിട്ട് ചേസ് ചെയ്തു വന്ന് റണ്ണിങ് തന്നെ ആ വണ്ടിയിലും കയറി ആ ആൾക്കാരെ ഇടിക്കാൻ വേണ്ടി വണ്ടിയും പിടിച്ചു തിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് നോക്കിയതും ആ വണ്ടിയിൽ നിന്ന് എന്തോ രക്ഷപ്പെട്ടു പോകുന്ന പോലെ അവളും കാണുന്നു. നോക്കിയ ഒരു പാമ്പിന്റെ തോലും അതിൻ്റെ അകത്തുണ്ട്. അവളും അത് കണ്ട് നെറ്റിലൊക്കെ എന്തോന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പൊ ഒരു ബീവർ വന്നിരുന്നു. റെപ്റ്റൈൽസിനുമെല്ലാം ഇപ്പോഴും സൂട്ടോപ്പിയുടെ പുറത്ത് ജീവനോടെ തന്നെ ഉണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത പോലെ ആരൊക്കെ ഇത് മറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ജൂഡി നിക്കും ചേർന്ന് അയാളെ പിടിച്ചെങ്കിലും ഒരുപാട് പ്രശ്നമുള്ള റോട്ടി ഉണ്ടാക്കി ലിങ്സ്ലിയുടെ പ്രതിമയും പൊട്ടിച്ചു. അത് കാരണം ചീഫ് പോകുകയും അവരുടെ ഒരുപാട് ദേഷ്യപ്പെടുന്നു. ബാക്കിയുള്ള ഓഫീസേഴ്സും അവരുമായിട്ടും പ്രശ്നം ഉണ്ടാവുന്നു. അത് കാരണം ചീഫ് പോകുമ്പോൾ എല്ലാവരും പുറത്തിറക്കിയിട്ട് ജൂഡി മാത്രം ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നു. ഇത് നോക്കൂ ജൂഡി, നിനക്ക് ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ നാട്ടിനെ തന്നെ ഒരു വട്ടം രക്ഷിച്ചത്. എന്നാൽ ഇപ്പം നീ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ മോശപ്പേരാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ആവശ്യമില്ലാതെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നീ ഒന്നും സീരിയസ് ആയിട്ട് തന്നെ എടുക്കത്തില്ലേ? എങ്ങനെയാണെന്തോ നീ എന്നെ സഹിക്കുന്നത്? നിങ്ങൾ ആദ്യം നല്ല പാർട്ട്നേഴ്സ് ആണെന്ന് എന്നെ തെളിയിക്കുക, എന്നിട്ടേ നിങ്ങൾക്ക് ഞാൻ അടുത്ത കേസ് തരൂ എന്ന് പറഞ്ഞ് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിടുന്നു. അവിടെ ചെന്ന് നോക്കിയാൽ ഇവരെ കെട്ടി കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ആർട്ടിലും ഒരു പാർട്ട്ണർഷിപ്പും ഇല്ല. എല്ലാവരും ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ജോഡിയെ ശരിയല്ല. പിന്നെ മുയലിനെ കുറുനരിയുടെയും ജോഡി ശരിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെന്തോ ചെയ്യാൻ, മെയിൻ ക്യാരക്ടേഴ്സ് ആയിപ്പോയില്ലേ. പക്ഷെ ഇവരുടെ ജോഡി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെന്താണെന്നോ. ആക്ച്വലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ആനിമേറ്റഡ് മൂവീസ് വാസ് സൂട്ടോപ്പിയ. ഇതിവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു. ആ തെറാപ്പിസ്റ്റും നിന്റെ പാർട്ട്ണറിനെ സംസാരിക്കാൻ വിടാതെ നീ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ജൂഡിയെ വഴക്ക് പറയുന്നു. പാർട്ട്ണർ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത അതുപോലും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നിക്കിനെ വഴക്ക് പറഞ്ഞ് രണ്ടുപേർക്കും പാർട്ട്നേഴ്സ് ആയിരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ജൂഡിയും ചീഫ് ബോഗോന്റെ അടുത്ത് ഒന്നുകൂടെ നമുക്ക് സംസാരിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും നിക്കാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ പോയിരുന്ന് വീഡിയോ ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ഓഫീസേഴ്സും ഇവരെല്ലാം ഒരുപാട് കളിയാക്കുന്നു. അതൊക്കെ കാരണം ജൂഡിയും ഇവരുടെ മുന്നിൽ നമ്മൾ നല്ല പാർട്ട്നേഴ്സ് ആണെന്ന് തെളിയിച്ചേ പറ്റുമെന്ന് പറയുന്നു. ഇത് നമുക്ക് ജൂഡി, നമ്മൾ ആരുടെ മുന്നിലും ഒന്നും തെളിയിക്കേണ്ടതായിട്ടില്ല എന്ന് നിക്ക് പറഞ്ഞതും അത് കേൾക്കാതെ ജൂഡിയും എങ്ങനെയാ പാർട്ട്നേഴ്സ് ആയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ബുക്കും കൊടുക്കുന്നു. ജൂഡിയാണെങ്കിൽ ട്രെയിനിൽ പോകുമ്പോഴും അല്ലാതെ നടക്കുമ്പോഴൊക്കെ ആ ബുക്ക് വായിച്ചോണ്ടേ പോകുന്നു. എന്നാൽ നിക്കാണെങ്കിൽ ആ ബുക്ക് കയ്യിൽ വെച്ചൊന്ന് തുറന്നു പോലും നോക്കുന്നില്ല. വീടെത്തിയിട്ടും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവള് വീട്ടിൽ ചെന്നതും അവളുടെ പാരന്റ്സും അവളെ വിളിച്ച് നിക്ക് സിറ്റിയിൽ വളർന്നവനാണ്, നീ ഗ്രാമത്തിലും, രണ്ടുപേർക്കിടയിൽ ഒരു പാർട്ട്ണർഷിപ്പും ഇല്ല, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നു. ഇവള് ഫോൺ കട്ട് ചെയ്ത് TV ഓണാക്കി ആ ബുക്ക് വായിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ TVയിൽ ന്യൂസിലാണെങ്കിൽ നടക്കാൻ പോകുന്ന 100ാമത്തെ ആനിവേഴ്സറിയില് ലിങ്സ്ലിയുടെ ഒറിജിനൽ ജേണലും പ്രദർശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അപ്പോഴാണ് ജൂഡി ശ്രദ്ധിക്കുന്നത് ലിങ്സ്ലിയുടെ വീട്ടിലോട്ട് പോകുന്ന അതേ കമ്പനി വണ്ടിയിലാണ് ആ ക്രിമിനൽ രക്ഷപ്പെട്ടാൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് കാരണം റെപ്റ്റൈലിനും ഈ ബുക്കിനും എന്തോ ബന്ധമുണ്ടെന്ന് അവൾ സംശയിക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതും ആക്ച്വലി ഗൂഗിൾ അല്ല സൂഗിൾ, അതിന്റെ സെർച്ച് ചെയ്ത് നോക്കിയതും വീണ്ടും ആ ബീവറിന്റെ വീഡിയോ കാണിക്കുന്നു. അതില് 100 വർഷം മുമ്പ് ലിങ്സ്ലിയുടെ ജേണൽ ഒരു പാമ്പ് മോഷിക്കാൻ നോക്കി അത് തടയിൽ നിന്ന് ലിങ്സ്ലിയുടെ ജോലിക്കാരനായ രാമയും പാമ്പ് കൊന്നു. അതിനുശേഷം ഇത്ര വർഷമായിട്ടും സൂട്ടോപ്പിയയില് ഒരു റെപ്റ്റൈലിനെ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ജൂഡി അങ്ങനെ നിക്കിനെ വിളിച്ച് ആ നടക്കാൻ പോകുന്ന ഫംഗ്ഷന് വെച്ച് ആ ഒറിജിനൽ ജേണൽ മോഷിക്കാനാണ് പാമ്പ് കൂടെ വന്നേക്കുന്നത്, അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് തന്നെ അവന്റെ വീട്ടിലും എത്തുന്നു. എന്നാൽ ഇവൻ അതിലൊന്നും വിശ്വാസമില്ല. ബോബൊക്കെ അറിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണെന്നും പറയുന്നു. എന്നാൽ ജൂഡി അതൊന്നും കേൾക്കുന്ന പോലെയൊന്നുമില്ല. ഉടനെ ഇറങ്ങുന്നു പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു.
ഇവിടെ വിന്റർ ഏരിയയിൽ ലിങ്സിയുടെ വീട്ടിൽ വെച്ചാണ് 100ാമത്തെ ആനിവേഴ്സറി നടക്കുന്നത്. ഇവിടെ ഷക്കീരയും പാടിക്കൊണ്ടിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലോട്ട് തന്നെ പോകാൻ പറ്റൂ. നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട മിസ്റ്റർ ബിഗ്ഗു അങ്ങോട്ട് വരുന്നു. ഇപ്പോഴത്തെ പുതിയ മേയറും അങ്ങോട്ട് വരുന്നു. ഇതാണ് ലിങ്സ്ലിയുടെ പേരക്കുട്ടി മിൽട്ടൺ ലിങ്സ്ലി. ഇങ്ങോട്ട് അണ്ടറിലാണ് ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരും അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ടെല്ലാം വന്നു. അവിടെ അങ്ങനെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതും അവർക്കും അതിൻ്റെ അകത്തൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ബാക്കറ്റ് തുറന്നെടുക്കുന്നുണ്ട്. ഗസ്റ്റായിട്ട് അതിൻ്റെ അത് കയറാമെന്നും പറഞ്ഞ് വേറെ പ്ലാനും കണ്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ അവരും ഡ്രസ്സൊക്കെ മാറി ആ ഫംഗ്ഷനിലോട്ടും കയറാൻ പോകുന്നു. ആക്ച്വലി അവരെ കാണാനും നല്ല രസമുണ്ട്. അവരതിൻ്റെ അകത്തൊക്കെ എത്തിയെങ്കിലും നിക്കിനെ ആ പാമ്പ് ഇത് മോഷ്ടിക്കാൻ വരുമെന്നൊരു വിശ്വാസം പോലും ഇല്ല. ജേണലിരിക്കുന്ന സ്ഥലത്തോട്ട് ഉടനെ പോകണമെന്ന് പറഞ്ഞ് ജൂഡിയും ടെൻഷൻ ആയിക്കൊണ്ടിരുന്നതും നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കുക, അതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു കരടിയുടെ ചെയിന് മോഷ്ടിച്ച് അത് തിരിച്ചു കൊടുക്കാൻ പോയി അവരോട് തന്നെ അകത്തോട്ട് പോകുന്നു. ജൂഡി ആ ജേണലിന്റെ അടുത്തോട്ട് പോകുന്നു. നോക്കിയ ചീഫ് പോകുകയും അവിടെയാണോ ഉള്ളത്. ജൂഡിയും അവിടെ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുന്നു. ഇതാണ് പാവബർഡ് ലിങ്സ്ലി, ലിങ്സ്ലി ഫാമിലിയുടെ അവസാനത്തെ ആൾ. എന്ന ഇവനൊന്നിനും കുളത്തിലെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ ലിങ്സ്ലിയും ഇവന്റെ ബ്രദർ സിസ്റ്റർ പോലും ഇവനൊരു വിലയും കൊടുക്കാറില്ല. ഇവിടെ എന്തിനാ വന്നത്, പുറത്തു വന്ന് പറഞ്ഞ് അവനെ അവിടെ നടിച്ചു പുറത്താക്കുന്നു. ഇവിടെ നിക്കിനും താഴ്ന്ന ഒരു പാമ്പിന്റെ തോല് കിട്ടുന്നു. അതങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ബുക്കിന്റെ മണ്ടലിലുള്ള ലൈറ്റിൽ ആരോ നിൽക്കുന്ന പോലെ അവന് തോന്നുന്നത്. അതങ്ങനെ ജൂഡി എടുത്ത് പറയാൻ വന്നതും ചീഫ് പോകുകയോ അവനെ കാണുന്നു. അവനെ അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ജൂഡിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ലൈറ്റും തട്ടി അവന്റെ ദേഹത്തോട്ടാക്കുന്നു. ആ ഒളിച്ചിരുന്നത് ഒരു പാമ്പ് തന്നെയാണ്. എല്ലാവരും കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ആദ്യമായിട്ട് ഒരു പാമ്പിനെ കാണുന്നുണ്ട്. പേടിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നു. ആ പാമ്പും മിൽട്ടനെ ആ ജേണലിനെ എടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. ജൂഡി നിൽക്കുവാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് പോകുന്നു. ആ പാമ്പ് അവിടെ ഇവിടെയൊക്കെ ഓടി റൂമിലോട്ടും കയറുന്നു. മിൽട്ടന്റെ കണ്ണ് സ്കാൻ ചെയ്ത് ആ ബുക്ക് എടുക്കുന്നു. ജൂഡി അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പ്ലീസ് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞതും പാമ്പുകളായ ഞങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഈ വിങ്സ്ലി ഫാമിലിയാണ് മോശമായിട്ടുള്ളത്. അത് പ്രൂവ് ചെയ്യാൻ എനിക്ക് ബുക്ക് വേണം. എന്റെ ഫാമിലി എന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും നിക്ക് വന്ന് ആ പാമ്പിന്റെ തല നോക്കി തന്നെ ഒരെണ്ണം കൊടുക്കുന്നു. അത് കാരണം പാമ്പിന്റെ ബോധം പോകുന്നു. ആ ജേണൽ തിരിച്ചു കിട്ടിയതും മിൽട്ടന്റെ ഫേസ് തന്നെ മാറുന്നു. നിങ്ങൾ അവനെ കൊന്നേക്ക്, ഞാനും ഈ ജേണൽ കത്തിച്ചേക്കാം, ഇതിനെക്കുറിച്ച് നിങ്ങൾ പുറത്തും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരോട് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇവനും ഈ തണുത്ത കൈയോടെ പാമ്പിനെ തൊട്ടതും അതും പെട്ടെന്ന് എണീക്കുന്നു. അങ്ങനെ അവിടെ കറങ്ങി ഇവിടെ കറങ്ങി അറിയാതെ ബോഗയുടെ തലയിലും കൊത്തുന്നു. ജൂഡിയും ബോഗയെ രക്ഷിക്കാൻ നോക്കിയതും ഇവരാണ് ബോഗയെ കൊല്ലാൻ നോക്കിയതെന്ന് പറഞ്ഞ് മിൽട്ടനും പറയുന്നു. അത് കാരണം അവരോടൊന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ ആ പാമ്പിനെ അടുത്ത് താഴെ ഇട്ടിട്ടതും ബൈക്കിൽ വന്ന ആരോ ഒരാൾ ആ പാമ്പിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. മിൽട്ടന്റെ കൂടെ സംശയം തോന്നുന്ന ജൂഡിയും ആ ജേണലും എടുത്തോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇവരും അങ്ങനെ നിരങ്ങി വന്ന് മിസ്റ്റർ പിഗിന്റെ വണ്ടിയിൽ ഓടിക്കുന്നു. അവരെ അടുത്ത് ഡിക്കി ഇടാൻ പറഞ്ഞ് മിസ്റ്റർ പിഗും അവരെ അവിടെ നിന്ന് കൊട്ടിക്കൊണ്ടുപോകുന്നു. ന്യൂസിലാണെങ്കിൽ മിൽട്ടനെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ പാമ്പിനെയും ആ പാമ്പിനെ സഹായിച്ചെന്ന് പറഞ്ഞ് ജൂഡിയെ നിക്കിനെയും കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കുന്നു. ബോഗയ്ക്കൊന്നും പറ്റിയില്ല. ആന്റിവനും കൊടുത്ത് ബോഗയെ രക്ഷിക്കുന്നു. ഇവിടെ മിൽട്ടനും ആ മേയറിനെ വിളിച്ചു വരുത്തി നീ ആ മുയലിനെയും കുറുനരിനെയും പ്രത്യേകിച്ച് ആ പാമ്പിനെയും കൊല്ലണം, ആ ജേണലിൽ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ പദവി കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇത് കാരണം മേയറും എല്ലാ സൈഡിലോട്ടും പോലീസിനെ പറഞ്ഞയക്കുന്നു. ഇവിടെ കാർഡേക്ക് കിടന്നപ്പം ജൂഡിക്കാൻ അവളുടെ അച്ഛനും അമ്മയും മെസ്സേജ് അയക്കുന്നു. അതുകൊണ്ട് നിക്കും ഫോൺ വെച്ചാൽ നമ്മളെ ട്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോണും അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ മിസ്റ്റർ ബിഗിന്റെ സ്ഥലം കാണിക്കുന്നു. ഫസ്റ്റ് പാർട്ടി കണ്ട പോലെയൊന്നുമല്ല. അയാളുടെ മോളും ചേർന്ന് ഒരു പിങ്ക് ബാഗ് ഒക്കെ തയ്ക്കുന്ന ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ ബിഗിന്റെ മോൾക്കും ഒരു മോളും ജനിച്ചു. മിസ്റ്റർ ബിഗിന് വിങ്സ്ലിയെ കുറിച്ച് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. അവരൊക്കെ വളരെ മോശമായിട്ടുള്ളവരാണ്. നിങ്ങൾ എന്ത് ചെയ്യാനും ഒരു മടിക്കത്തില്ല. അവരോട് നിങ്ങൾക്ക് പോരോട് ജയിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതാ പുതിയ ഡ്രസ്സും പുതിയ ഐഡന്റിറ്റി എല്ലാം ഉണ്ട്. നിങ്ങൾ ഈ നാട് വിട്ട് പോകുന്നതാണ് നല്ലത്. എന്നാൽ ജൂഡി അതൊന്നും കേൾക്കുന്നില്ല. ഞാൻ സത്യം എന്താണെന്ന് തെളിയിക്കും. ആ പാമ്പ് എന്തോ പ്രശ്നത്തിലാണുള്ളത്, അതിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു. റെപ്റ്റൈൽസിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. നീ ബീവറിന്റെ അടുത്ത് ചോദിച്ചോക്കെന്നും പറഞ്ഞ് ആ വീഡിയോയിൽ കണ്ട ബീവറിന്റെ വിസിറ്റിംഗ് കാർഡും കൊടുക്കുന്നു. അടുത്ത ഷോട്ടിൽ ഇവരും ആ ബീവറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതും അങ്ങോട്ട് വരുന്നു. നിങ്ങൾക്ക് റെപ്റ്റൈലിനല്ലേ കാണേണ്ടത്, അതിന് ശരിയായിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്. എന്നാ അവന്റെ മട്ടുപ്പാവൊക്കെ കണ്ടിട്ട് നിക്കിനോട്ടും വിശ്വാസമില്ല. അതാണ് ജൂഡി എടുത്തും ജൂഡി ഇത് വേണ്ട, ഇവന്റെ കൂടെ പോണ്ട, നമുക്ക് മറ്റു വണ്ടി കയറി പോകാന്ന് പറയുന്നു. എന്നാൽ ജൂഡി അവനെ സമാധാനിപ്പിച്ച് അവന്റെ കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവരും മാർഷ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുന്നു. അവിടെയാണ് ഫുള്ള് സീല് പോലത്തെ ആനിമൽസ് ആണുള്ളത്. സൂട്ടാപ്പി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഉള്ളവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇവർക്കും അതാണ് സൗകര്യം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വിട്ടു. ഇവരൊരുപാട് ഫ്രീഡത്തോടെയാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ പാതി കൂടുതലായാലും പാൻറ് പോലും ഇടത്തില്ല, അത്രയും ഫ്രീഡത്തോടെയാണ് നിൽക്കുന്നത്. എന്റെ ഫ്രണ്ട് ജീസസിന് മാത്രമേ ആ പാമ്പ് ഇവിടെ ഉണ്ടെന്നൊരു ഐഡിയ കാണൂ. അതിന് നമ്മൾ ആദ്യം ഒരു ഫെറി ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബീവർ അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരും അങ്ങനെ വണ്ടി കയറി ബീവറിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഇവരുടെ സ്മെല്ല് ട്രാക്ക് ചെയ്ത് ആ പന്നി ഓഫീസേഴ്സ് ഇവിടെ വന്നു. ആ ബൈക്ക് ഓട്ടിച്ചതിനും പാമ്പും ഇവിടെ തന്നെയാണോ ഉള്ളത്. നിൽക്കും പോകുന്ന വഴി ആ പാമ്പിനെ സഹായിക്കാൻ ആ ബൈക്കറില്ലേ, പിന്നെ നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, എനിക്കാണെങ്കിൽ റെപ്റ്റൈൽസിന് ഇഷ്ടമല്ല, ചെറുതായിട്ട് പേടിയാണെന്നും കരുതിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും ജോഡി അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരൊരു ബാർ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ അകത്തെത്തുന്നു. അവിടെയാണ് ഈ ഫുള്ള് റെപ്റ്റൈൽസ് ആണ് ഉള്ളത്. അതൊക്കെ കാരണം നിക്കിനതൊന്നും ഇഷ്ടപ്പെടുന്നതേ ഇല്ല. ജീസസിനെ കണ്ട് ജൂഡിയും നടന്നതൊക്കെ പറഞ്ഞ് ഈ ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചതും ഇത് മെറ്റലിനാണ് ചെയ്തേക്കുന്നത്. ചില വൈപ്പേഴ്സിനൊക്കെ ഈ പെയിന്റിന്റെ അകത്തുകൂടെ തന്നെ മെറ്റലിൽ എന്താണ് ഉണ്ടായെന്ന് കാണാൻ സാധിക്കും.
അതിലെന്തായാലും ഇതൊരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനുവേണ്ടി രാമധന മരിച്ചുപോയി. അതിനുശേഷം റെപ്റ്റൈൽസിനെ വിശ്വസിക്കരുതെന്ന് ലിങ്സ്ലിയും പറഞ്ഞു വരുത്തി ഞങ്ങൾ ഞങ്ങളുടെ വീടെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഒന്ന് ഒളിച്ചു താമസിക്കേണ്ടതായി വന്നു. അതിനുശേഷമാണ് ലിങ്സ്ലിയും അവൻ്റെ വിൻ്റർ റീജിയൻ ഒരുപാട് വലുതാക്കിയത്. സോ ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ വലിയൊരു ആപത്താണ്. കറക്റ്റ് അപ്പം തന്നെ പോലീസായിട്ടുള്ള ഒരു ഹിപ്പോയും അങ്ങോട്ട് വരുന്നു. ഇവരും അങ്ങനെ അവരുടെ നമുക്ക് രക്ഷപ്പെട്ട് ഓടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരുവട്ടം ഈ സിറ്റിയെ തന്നെ രക്ഷിച്ചിട്ടുണ്ട്, ഈ വട്ടം ഞങ്ങളുടെ ഇനത്തിനെ തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ജീസസും വെള്ളത്തിനുണ്ടെ കൂടെ അവിടെ നോടിപ്പോകുന്നു. അപ്പം തന്നെ പോലീസും അങ്ങോട്ട് വരുന്നു. ആ പാമ്പ് അങ്ങോട്ട് വന്ന് ജൂഡിയുടെ കയ്യിൽ നിന്ന് ജേണൽ അടിച്ചു പറ്റിക്കൊണ്ടുപോകുന്നു. വെയിറ്റ് ചെയ്യും, ഞങ്ങൾ നിന്നെ സഹായിക്കാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് ജൂഡി ആ പാമ്പിനെ ഫോളോ ചെയ്ത് പോകുന്നു. നിക്കും അത് കണ്ട് അങ്ങനെ ജൂഡിയുടെ പിറകെ പോകുന്നു. പോലീസ് അവരെ വിടാതെ ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ജൂഡിയും കഷ്ടപ്പെട്ട് ആ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരും ആ പാമ്പിനെ ഫോളോ ചെയ്തു വന്നതും ആ പാമ്പ് ഒരു വാട്ടർ ട്യൂബിലോട്ട് എടുത്ത് ചാടുന്നു. നിക്കും ജൂഡി എടുത്ത് അതിലോട്ട് ചാടരുതെന്ന് പറഞ്ഞതും അതൊന്നും കേൾക്കാതെ ജൂഡി എടുത്ത് ചാടുന്നു. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിക്കും കൂടെ ചാടുന്നു. ആ ട്യൂബിൻ്റെ അകത്ത് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. പുറത്തു വന്ന് നിക്കും പറയുന്നു. അതൊന്നും കേൾക്കാതെ ജൂഡിയും അവനെ ഫോളോ ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നു. എന്നൊരു ഘട്ടത്തിൽ ജൂഡിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. നിക്ക അവളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നു. നിക്ക അവളുടെ ജീവൻ തന്നെ രക്ഷിച്ചു. എന്നാൽ ജൂഡിയാണെങ്കിൽ കുഴപ്പമില്ല, ആ പാമ്പിനെ രക്ഷപ്പെടാൻ സമ്മതിച്ചതിന് ഞാൻ നിന്നെ വഴക്കൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ആ പാമ്പും അതിൻ്റെ പൗച്ചോടെ ഇട്ടിട്ട് പോയി. അതിൻ്റെ അകത്താണെങ്കിൽ കുറച്ച് ക്രയോൺസും ഒരു തീപ്പെട്ടിയും ഉണ്ട്. അവിടേക്കപ്പോൾ 2 ആടുകൾ വരുന്നു. അവരടുത്തും ജൂഡി ഈ പൈപ്പ് ലൈനിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചതും അവർക്കറിയത്തില്ലെന്ന് അവരും പറയുന്നു. എന്നാൽ തീപ്പെട്ടിയിലുള്ള അതേ പൂവ് ഇവരുടെ അടുത്തുണ്ട്. അതങ്ങനെ എവിടെ നിന്നാണ് ചോദിച്ചതും ഈ മലയുടെ മണ്ടയിൽ ഒരു ലോഞ്ചുണ്ട്, അവിടെ നിന്നാണ് ഈ പൂ കിട്ടിയത്. എന്നാൽ കുറെ വർഷമായിട്ട് അത് അടഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ കണ്ട പാമ്പുകളൊക്കെ ഒളിഞ്ഞിടിക്കുന്ന ഒരു സ്ഥലം പോലെയുണ്ട്. അത് കേട്ടോന്നെ ജൂഡിയും ആ മലയും വലിഞ്ഞേറാൻ തുടങ്ങുന്നു. എന്നാൽ നിക്കിനാണ് ഇവള് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ ഫസ്റ്റ് പാർട്ടില് അവളുടെ ഭാഗത്താണ് തെറ്റെന്ന് അവള് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചത് തിരിച്ച് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം ഇവർക്കിടയിലും വഴക്കുണ്ടാവുന്നു. ഇവള് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ പെൻ റെക്കോർഡറും താഴെ വീണ് പൊട്ടുന്നു. ഇവള് ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ സാധനം പൊട്ടിപ്പോയുണ്ട് ജൂഡി ഒരുപാട് വിഷമിക്കുന്നു. അത് കാരണം തിരിച്ച് മണ്ടലിൽ കയറിയപ്പോഴൊന്നും സംസാരിച്ചതേയില്ല. ഇവളും അങ്ങനെ മേലിലെത്തുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് നിക്ക് മണ്ടലിട്ട് വരുന്നത്. താഴെ പൊട്ടിക്കിടക്കുന്ന പേന കണ്ടതും പോലീസിനും അവരെ മലയുടെ മണ്ടയിലാണോ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇവർ രണ്ടുപേരും അവിടെ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജൂഡിയും ഒരു പാമ്പിന്റെ തോല് കണ്ട് മേലത്തെ റൂമിൽ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ബൈക്കിൽ വന്ന ആളും അങ്ങോട്ട് എത്തുന്നു. നിക്ക് അറിയാതെ വീഴാൻ പോയതും പോലീസ് വരെ ഫോളോ ചെയ്ത് വരുന്നത് കാണുന്നു. ജൂഡിയുള്ള റൂമിലും ഒരുപാട് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 100 വർഷം മുമ്പ് റെപ്റ്റൈൽസിന് വേണ്ടി സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചിട്ടാണ് ലിങ്സ്ലി എല്ലാം അവരുടെ വിന്റർ റീജിയൻ വലുതാക്കിയത്. നിക്ക് ഓടി വന്ന് പോലീസ് ഒന്നെന്ന് പറഞ്ഞതും ജൂഡിയാണെങ്കിൽ ആ തെളിവെല്ലാം എടുത്ത് ലിങ്സ്ലി ചെയ്തിട്ട് എല്ലാവരെയും അറിയിക്കണമെന്ന് പറയുന്നു. ജൂഡി എന്താ നീ മനസ്സിലാക്കാത്തത്? നമ്മളിവിടെ നിന്ന് അവർ നമ്മളെ കൊല്ലും. ഇല്ല, എനിക്ക് ഈ തെളിവെല്ലാം എടുത്തേ പറ്റൂ. ജൂഡി, ഈ കേസ് എങ്ങനെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഇതിനുവേണ്ടി ജീവനൊന്നും കളയാൻ പറ്റത്തില്ല. നല്ല ചെയ്യാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ ഈ ലോകം ഒരു നല്ല സ്ഥലമാകത്തില്ല. ഈ ലോകം ഒരിക്കലും മാറില്ല ക്യാരറ്റ്. ചില സമയത്തൊക്കെ ഹീറോസ് ആയിരുന്നാലും നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. തുടക്കത്തിൽ നിന്ന് തന്നെ ഈ കേസിൽ 2 പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ജൂഡിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതേസമയം പോലീസ് അവിടെ വന്ന് ഇവർ രണ്ടുപേരും പിടിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ പഴയ ബിൽഡിംഗ് ആയിട്ട് അതും പൊട്ടി 2 മാറുന്നു. രണ്ടുപേരും 2 സൈഡിലും ആവുന്നു. അങ്ങനെ പോലീസ് ജൂഡി പിടിക്കുന്ന പോലെ വരുന്നതും പെട്ടെന്ന് ഒരാളൊന്ന് ജൂഡി രക്ഷിക്കുന്നു. നോക്കിയത് പാവപ്പെട്ടായിരുന്നു. ഈ പാമ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളും പാവപ്പെട്ടാണ്. നിന്റെ പാർട്ട്ണറിനെ അവർ പിടിച്ചു, നീ എങ്ങനെ ഞങ്ങളോട് രക്ഷപ്പെട്ടു വരാൻ പറഞ്ഞതും ജൂഡിക്ക് നിക്കിനെ അവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ ഒട്ടും താല്പര്യമില്ല. എന്നാൽ ജൂഡിയുടെ കയ്യിലാ പോലീസ് ഷൂട്ട് ചെയ്തതും അവൾ മയങ്ങുന്നു. ആ ഗ്യാപ്പിൽ ജൂഡിയെ അവരവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. എന്നാൽ നമ്മുടെ നിക്കാണ് അവരുടെ അടുത്ത് കുടുങ്ങിപ്പോയത്. ജൂഡിക്ക് അങ്ങനെ ബോധമെന്ന് നോക്കിയതും അവരൊരു ഡെസേർട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂഡി നിക്കിന് എന്ത് പറ്റി കാണാമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നു. ഇവിടെ പോലീസ് നിക്കിനെ ആ മേയറിൻ്റെ അടുത്ത് കൊണ്ടുവന്നതും അവനടുത്ത് ജയിലിടാൻ പറയുന്നു. ആ സമയത്ത് മിൽട്ടൺ അങ്ങോട്ട് വന്ന് ഞാൻ ആ മാഷ് മാർക്കറ്റ് നശിപ്പിച്ച് വിന്റർ റീജിയൻ വലുതാക്കാൻ പോവുകയാണ്, അവിടെയുള്ള മൃഗങ്ങളെയും പുറത്താക്കും. ഒരാപത്തായി പാമ്പിനെ അവരെ സഹായിച്ചെന്ന് പറഞ്ഞാൽ മതി, ആരും അത് മൈൻഡ് പോലും ചെയ്യില്ല. നീ തിരിച്ചു വരുമ്പോൾ നീ അറിയാൻ പോകുന്നത് നിന്റെ പാർട്ട്ണറിന്റെ മരണ വാർത്തയായിരിക്കും. ചാൻസ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾ ഈ നാട് വിട്ട് പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനവിടെ നിന്ന് പോകുന്നു. ആ ലോഡ്ജ് വെച്ച് കിട്ടിയ മുടി വെച്ച് അവരെ സഹായിക്കുന്നത് പാവോട്ടാണെന്ന് മനസ്സിലാവുന്നു. ഇവിടെ ബൈക്കിൽ ഈ പാമ്പും നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ജൂഡി, നമ്മൾ എന്നാലും ലിൻസ്ലിനെയൊക്കെ തടയുകയും ചെയ്യും, നിന്റെ പാർട്ട്ണറെ രക്ഷിക്കുകയും ചെയ്യും. ഓ, എൻ്റെ പേര് ഗാരി ഡി സ്നേക്ക്. ഈ പല്ല് കുത്തുന്നത് നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ ലാൻഡ് വേനമുണ്ട്. അങ്ങനെ അവർ ഡെസേർട്ടിലുള്ള പോപ്പോട്ടിൻ്റെ ഹൈഡ് ഔട്ടിലും എത്തുന്നു. ഗാരി ആ വീട്ടിൻ്റെ അകത്ത് കയറിയതും അവിടെയുള്ള സാധനങ്ങളൊക്കെ അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗാരിയും പോപ്പോട്ടും എങ്ങനെ പരിചയപ്പെട്ടെന്ന് വെച്ചാൽ ആ ഫംഗ്ഷനിൽ ബുക്ക് പ്രദർശിപ്പിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞതും ഗാരി അവർക്കൊരു ലെറ്റർ അയക്കും. എന്നാൽ അവരുടെ ലെറ്ററൊക്കെ നോക്കുന്ന സെക്ഷനിലിരുന്ന പാവോട്ടാണ്. അങ്ങനെ പാവോട്ട് ഇവരുടെ ലെറ്റർ കണ്ടതും അവനാണ് മറ്റേ സ്മഗ്ലറിൻ്റെ സഹായത്തോടെ ഗാരി ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നത്. നീ വിഷമിക്കേണ്ട, നിന്റെ പാർട്ട്ണറിന് ഒന്നും പറ്റി കാണത്തില്ല, എൻ്റെ കുടുംബം ചെയ്യുന്ന തെറ്റും എല്ലാവരുടെ മുന്നിലും കൊണ്ടുവരണം എന്ന് പാവോട്ടും പറയുന്നു. അവരും അങ്ങനെ പുറത്തിറങ്ങി
ആ ജേണലിൻ്റെ അകത്തുള്ള രഹസ്യം കണ്ടുപിടിക്കാൻ നോക്കുന്നു. അതൊരു പാമ്പിനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നത് സാധാ പാമ്പല്ല, ഒരു ഹീറ്റ് സെൻസിങ് പിറ്റ് വൈപ്പർ. അങ്ങനെ ഗാരിയും അതിൻ്റെ അകത്തുള്ള സീക്രട്ട് നോക്കി ആ പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്തുള്ള സീക്രട്ട് എന്താണെന്നാൽ യഥാർത്ഥത്തിൽ സൂട്ടോപ്പി ഉണ്ടാക്കിയതൊരു മാമലല്ല, ഗാരിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറായ ആഗ്നസ് ആണ്. എല്ലാ മൃഗങ്ങളും ഒരേ വിധത്തിൽ കഷ്ടപ്പെടുന്ന കണ്ട അവർ വെതർവാൾ എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവരും. അതൊരു ജേണലിൽ എഴുതി വയ്ക്കും. അതുണ്ടാക്കാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ലിങ്സ്ലിയുടെ ആദ്യം പോയത്. എന്നാൽ ലിങ്സ്ലി ആണെങ്കിൽ അവൻ്റെ പേര് ആ ബുക്കിൽ എഴുതിയിട്ട് ഒറിജിനൽ പേറ്റനെ വലിച്ചേറി കളയുന്നു. അതും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആമ കാണും. അതുകൊണ്ട് പാമ്പ് വിഷം വെച്ച് തന്നെ ആമയെ കൊന്നിട്ട് ആ കുറ്റം ആഗ്നസിൻ്റെ മണ്ടയിലിടും. അതുപോലെ തന്നെ ബാക്കി റെപ്റ്റൈൽസും മോശമായിട്ടുള്ളവരാണെന്ന് പറഞ്ഞു വരുത്തി അവിടെ ഉണ്ടായിരുന്ന റെപ്റ്റൈൽസിനെ നാട് കടത്തും. ആ റെപ്റ്റൈൽസ് ഉണ്ടായിരുന്ന സ്ഥലവും അവൻ്റെ വിൻ്റർ റീജിയനിലോട്ട് ചേർക്കും. അവൻ ചെയ്ത കുറ്റമൊന്നും ആരും അറിയത്തില്ലെന്ന് കരുതി നിന്നപ്പോഴാണ് ആ ആമ മരിക്കുന്നതിന് മുമ്പ് ഒറിജിനൽ പേറ്റൻ്റെ രക്ഷിച്ചിട്ടാണ് മരിച്ചത്. അതും ആഗ്നസിൻ്റെ കെട്ടി ആഗ്നസിൻ്റെ വീട്ടിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഗാരിയുടെ മുത്തശ്ശിയുടെ വീട് കണ്ടുപിടിക്കാനാണ് ആ ജേണലിന് വേണ്ടി വന്നത്. ഗാരി വരച്ച ആ മാപ്പിൽ അവരുടെ റെപ്റ്റൈൽസിൻ്റെ റീജിയനുണ്ട്. അതിൻ്റെ അകത്തൊരു ക്ലോക്ക് ടവറും ഉണ്ട്. അവൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോയിലും ഒരു ക്ലോക്ക് ടവറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിരിക്കും വീടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ആ ജേണലനുസരിച്ച് ഈ വെതർവാൾസിൻ്റെ അകത്തുള്ള പവർ സ്റ്റേഷൻ്റെ അകത്ത് പോയി ആ റെപ്റ്റൈൽസിൻ്റെ സ്ഥലത്തോട്ടുള്ള പവർ ഓൺ ആക്കണം. അത് കാരണം ലൈറ്റും കത്തും. അത് വെച്ച് വീട് കണ്ടുപിടിക്കാമെന്ന് ഇവരും പ്ലാൻ ചെയ്യുന്നു. ഇവിടെ മിൽട്ടനും പവർബോട്ടിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. പോലീസിനെ വിളിച്ചിട്ട് അവരെ പിടിക്കാനും പറയുന്നു. ഇവിടെ വേറെ സൈഡിൽ നിക്കിനെ കാണിക്കുകയാണെങ്കിൽ അവനെ ജയിലിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അവൻ്റെ കൂടെ ശത്രുതയുള്ള ഒരുപാട് പേര് അവിടെ തന്നെയാണ് ഉള്ളത്. ഇവൻ ആ പോലീസിൻ്റെ അടുത്ത് എല്ലാം ലിങ്സ്ലിയാണ് ചെയ്തത്. അവർ തെറ്റം ചെയ്തിട്ടില്ലെന്ന് ഒരുപാട് പറഞ്ഞു നോക്കുന്നു. എന്നാൽ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവനെയും കൊണ്ട് ജയിലിൽ വിടുന്നു. നോക്കി ആ ബീവറിനെയും ഓപ്പോസിറ്റ് സൈഡിലാണ് പിടിച്ചിട്ടേക്കുന്നത്. അവനങ്ങനെ ജൂഡി എവിടെയാണ് ചോദിച്ചതും നിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ട് തന്നെ എന്നെ പോലെ ഒരാൾക്ക് ഫ്രണ്ട് കിട്ടുന്നതിന് പാടാണ്, അതും ജൂഡിയെ പോലെ ഒരാൾ. എനിക്ക് എല്ലാത്തിനേക്കാളും അവളാണ് വലുത്. അതെങ്ങനെ പറയണമെന്നറിയാതെ ഈ കേസിൽ എനിക്ക് താല്പര്യമില്ല, ഇതിനുവേണ്ടി ജീവനൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൾക്കത് ഒരുപാട് വിഷമമായി കാണും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫീൽ ചെയ്യുന്നു. വിഷമിക്കേണ്ട, അവൾ നിന്നെ മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ ബീവറാണെങ്കിൽ ഇവൻ്റെ ശല്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കി അവൻ ആ തടി വെച്ച് തന്നെ ഒരു താക്കോൽ തന്നെ ഉണ്ടാക്കി. അങ്ങനെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ആൻറ്റീറ്റൻ സൗണ്ട് ഉണ്ടാക്കുന്നു. പോലീസ് അങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇവനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ മെയിൻ ഡോറാണ് എഴുതി എല്ലാ സെല്ലും തുറന്നു വിടുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ അടി തന്നെ നടന്ന് എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന വണ്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു. ഇവന് പോകാനും വണ്ടിയില്ല. അങ്ങനെ ബീവറും ഇനി നമ്മൾ ജൂഡിയുടെ അടുത്ത് എത്തത്തില്ല, അല്ലെങ്കിൽ നമുക്ക് സൂട്ടോപ്പിയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന ആളെ വേണം. അടുത്ത ഷോട്ടിൽ ഫാസ്റ്റായിട്ട് ഒരു കാർ വന്ന് നിൽക്കുന്നു. നോക്കിയത് നമ്മുടെ ഫ്ലാഷാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആ ജയിൽ ചടിയൊരു കൂട്ടത്തിൽ ഫസ്റ്റ് പാർട്ടിലെ വില്ലിയായ ആ ചെമ്മരിയുടെ മെയിനറിൻ്റെ അസിസ്റ്റൻറ്റും ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടെ, ഇതാണ് സ്ലോത്ത്. എൻ്റെ ഒരു ഫ്രണ്ട് സ്ലോത്തിനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടിന് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലാഷ് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ജൂഡിയും ആ വെതർവാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെ ചേസ് ചെയ്താണെങ്കിൽ പോലീസും വരുന്നുണ്ട്. നിക്കും പോലീസ് സ്റ്റേഷനിലുള്ള ആ ചീറ്റ വിളിച്ചിട്ട് ജൂഡിയുടെയൊക്കെ ലൊക്കേഷൻ ചോദിക്കുന്നു. അവനെ ലൊക്കേഷൻ എടുക്കാൻ പോകുന്നവര് അവിടെ ഉണ്ടായിരുന്നവനെ തന്നെ അടിച്ച് പാർസലാക്കി വിടുന്നു. ഇവരങ്ങനെ വെതർവാൾസിൻ്റെ അടുത്ത് എത്തുന്നു. അവിടെ എന്തോ ഫെസ്റ്റിവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ട്രാക്ക് ചെയ്ത് വരുന്നതും ആ ഫോണും പൊട്ടിച്ചളഞ്ഞ് ജൂഡിയും ആ കൂട്ടത്തിൻ്റെ അകത്തോട്ട് കയറുന്നു. ജൂഡിയും വന്നൊരു ടെൻറ്റിൻ്റെ അകത്ത് കയറുന്നു. ഇവരെന്തോ പ്രശ്നത്തിലാണെന്ന് കരുതി അവരെ സഹായിക്കാമെന്ന് അവളും പറയുന്നു. അങ്ങനെ അവർ വെതർവാൾസിൻ്റെ അടുത്തോട്ട് പോകുന്ന ഗ്യാപ്പിൽ ആ പോലീസിനെ ഇവർ മാനേജ് ചെയ്യുന്നു വെച്ചാൽ എടുത്ത് ചവിട്ടി കൂട്ടുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ആ ചീറ്റയും ജൂഡിയുടെ ലൊക്കേഷനും അവൻ്റെ അടുത്ത് പറയുന്നു. ജൂഡിയുടെ പ്ലാനും മനസ്സിലാക്കിയ മിൽട്ടൺ അവളെ കൊല്ലം പറയുന്നു. ആ പോലീസുകാർ ആദ്യം തയങ്ങുന്നെങ്കിലും അറിയാതെ ഷൂട്ടും ചെയ്തു പോകുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് നമ്മുടെ നിക്കും വന്ന് ജൂഡിയെ രക്ഷിക്കുന്നു. ആ ഗ്യാപ്പിൽ അവരും അകത്തോട്ട് പോകുന്നു. നിക്കും ആ സ്ലോത്തിൻ്റെ അകത്ത് താങ്ക്സ് പറഞ്ഞിട്ട് വരുന്ന ഗ്യാപ്പിൽ ആ കഥവ് മൂടി ഇവനും പുറത്താവുന്നു. ഇവരും വെതർവാൾസിൻ്റെ അകത്ത് കയറി ആ സ്നോ റീജിയനിലോട്ട് നോക്കുന്നു. എന്നിട്ട് ആ ജേണലിൽ നോക്കി ആ പവർ സ്വിച്ചും കണ്ടുപിടിച്ച് ഓണാക്കുന്നു. എന്നിട്ട് ഒന്ന് ആ ജനലിൽ നോക്കിയതും ഇവർ കരുതിയ പോലെ തന്നെ സ്നോ റീജിയൻ്റെ നടുക്ക് ആ ടവറിൽ നിന്നുള്ള ലൈറ്റും കത്തുന്നു. നിക്ക് പുറത്ത് കുടുങ്ങി കിടക്കുന്നതും ജൂഡി കാണുന്നു. കറക്റ്റ് സമയത്ത് ഡോറ് തുറന്ന് ബീവറുവാനെ രക്ഷിക്കുന്നു. നിക്ക് അകത്ത് വന്നത് കണ്ട് ജൂഡി ആശ്വസിക്കുന്നതും പെട്ടെന്ന് പാവോട്ട് വിഷം വെച്ച് അവളുടെ കഴുത്തി കുത്തുന്നു. തടയാൻ ചെന്ന പാമ്പിനെ എടുത്ത് മഞ്ഞിലോട്ടിടുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഈ പിറ്റ് വൈപ്പർ ഒരു എക്ടോതെർമിക് ആനിമലാണ്. അതായത് കോൾഡ് ബ്ലഡഡ് ആനിമൽ. അതായത് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ വേണ്ടി ഇവരുടെ എൻവയോൺമെന്റിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തണുപ്പാകുമ്പോൾ ഇവരെ അത് ഒരുപാട് എഫക്ട് ചെയ്യും. അതായത് ബോഡി ഒന്നും നടക്കാൻ പറ്റാതെയൊക്കെ ആവും. ബാക്ക് ടു സ്റ്റോറി. പാവോട്ടും അങ്ങനെ ജൂഡിയും കൊത്തുന്നു. ഗാരി എടുത്ത് പുറത്തോട്ട് വിടുന്നു. ഇവർക്കാണെങ്കിൽ എന്തോ നടക്കുന്നത് പോലും അറിയാൻ വയ്യ. പാവോട്ട് ഇങ്ങനെ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ അവന്റെ ഫാമിലി തന്നെ ഇവനൊരു വിലയില്ല. ഇവൻ ആഗ്നസിന്റെ ഒറിജിനൽ പേറ്റന്റ് കണ്ടുപിടിച്ച് അത് നശിപ്പിക്കുകയാണെങ്കിൽ ഇവനൊരു വില കിട്ടും. അതിനാണ് ഇത്രയും നാള് ഇവരുടെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അവരെ കുത്തിയത്. ഇനി നിക്കിനെയും കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഗാരിയുടെ പൗച്ചും എടുത്ത് അവിടെ നിന്ന് പോകുന്നു.
ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ വെതർ ഫാൾസിന്റെ അകത്ത് വന്ന് ജൂഡി എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബീവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനും അങ്ങനെ ബീവറിന്റെ ഫ്രണ്ട് വന്നു നിന്ന് ജൂഡി പറഞ്ഞു വിട്ടയാണ് എന്നൊക്കെ പറഞ്ഞു നിന്ന് അവനെയും കുത്തുന്നു. ഇവിടെ ജൂഡിയെ കൊണ്ട് അനങ്ങാനേ പറ്റുന്നില്ല. അവൾ നിക്കിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു. നിക്കും അങ്ങനെ അന്വേഷിച്ച് ആ ടവറിന്റെ മേലോട്ട് തന്നെ എത്തി. ഗ്യാരിയാണെ അപ്പോഴും വിശ്വാസം കൈവിടാതെ ജൂഡിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോകട്ടെ നിക്കിന്റെ പിറകെ വന്ന് നിൽക്കുന്നു. ഇവിടെ ജൂഡിയാണെങ്കിൽ അതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കുന്നു. അപ്പൊ ഗ്യാരിയും ഈ ലോകം സംരക്ഷിക്കുന്നത് ഒരിക്കലും ഒരു മൃഗത്തിന്റെ ഉത്തരവാദിത്വമല്ല, എല്ലാവർക്കും അതിന്റെ പങ്കുണ്ട്. അതുകൊണ്ടാണ് എന്റെ മുത്തശ്ശി സുട്ടോപ്പിയനെ ഉണ്ടാക്കിയത്. എല്ലാവരും പരസ്പരം സഹായിച്ച് ഒത്തൊരുമയോടെ ഇരിക്കാൻ. നീ ഞാൻ ആരാണെന്നറിയാതെ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. നിന്റെ ബോഡിയിലുള്ള ഹീറ്റ് എനിക്ക് ഉണരാൻ പറ്റുന്നുണ്ട്. കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഹീറ്റ് കൊണ്ട് ഇവന് ശരിയാവുന്നു. എന്നാൽ അവിടെ വരുന്ന പോലീസ് ഇവനവളെ കൊല്ലാൻ നോക്കുകയാണെന്ന് വീണ്ടും തെറ്റിദ്ധരിച്ച് അവനെ പിടിക്കാൻ നോക്കുന്നു. മേലിലാണെങ്കിൽ പാവോട്ട് നിക്കിനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ താഴെ ഗ്യാരിയും ആ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിക്ക് അങ്ങനെ രക്ഷപ്പെട്ടുണ്ടെന്നപ്പോൾ അറിയാതെ ആ പൗച്ച് തട്ടിയതും അവന്റെ ക്രയോൺസ് എല്ലാം താഴെ വന്ന് വീഴുന്ന ഗ്യാരിയും കാണുന്നു. അത് കാരണം അവനും അവന്റെ പൗച്ചിലുള്ള ആന്റിവനെ തട്ടിയിട്, എന്നാലും ജൂഡിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ താഴെ നിന്ന് വിളിച്ചു പറയുന്നു. അതാണ് ഈ പാവോട്ടും കേൾക്കുന്നു. രണ്ടുപേരും ബാഗിന് വേണ്ടി അടി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ബിൽഡിംഗും പൊട്ടാൻ തുടങ്ങുന്നു. ആ ആന്റിവന് ഉരുണ്ടു വന്ന് ആ ബിൽഡിങ്ങിന്റെ സൈഡിലും വന്നിരിക്കുന്നു. അത് വിട്ടേക്ക്, ഇല്ലെങ്കിൽ രണ്ടുപേരും മരിക്കും. ജീവൻ കളയാൻ വേണ്ടിയുള്ള അത്ര വിലയില്ല അതിന്. നീ പറയുന്നത് ശരിയാണ്, ഞാൻ ആലോചിക്കുന്നത് ശരിയാണ്. അങ്ങനെ അവനും ഇറങ്ങിപ്പോയി ആന്റിഡോട്ടും താഴോട്ടെടുത്തിരുന്നു. അതങ്ങനെ ഗ്യാരിയും പിടിച്ച് ജൂഡിക്കും കുത്തുന്നു. അങ്ങനെ അവളും കണ്ണു തുറക്കുന്നു. ഇവിടെ നിക്ക് താഴോട്ട് വീഴാൻ പോയതും ജൂഡിയും ഗ്യാരിയും വന്ന് നിക്കിനെ രക്ഷപ്പെടുത്തുന്നു. രണ്ടുപേരും കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. പരസ്പരം കണ്ടപ്പോഴാണ് രണ്ടുപേർക്കും ആശ്വാസമാവുന്നത്. ശരി, ഞാൻ പോയി ആ ബീവറിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഗ്യാരി അവിടെ നിന്ന് പോകുന്നു. ഇവിടെ നോക്ക്, നമ്മളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നീയാണ് വലുത്, നീ മാത്രമാണ് വലുത്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് ആരുമില്ലായിരുന്നു. നീയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിനക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ ഈ കേസ് എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് നീയാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു വിശ്വാസമില്ലായിരുന്നപ്പോൾ നീയാണ് എന്നെ അത്രയും വിശ്വസിച്ച് കൂടുന്നത്. അതുകൊണ്ടാണ് നീ പറയുമ്പോഴേക്കും എനിക്ക് വിഷമമാവുന്നത്. നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്. എനിക്കും ഈ ലോകത്ത് നീ തന്നെയാണ് ഏറ്റവും വലുത്. അങ്ങനെ അവർ രണ്ടുപേരും മാറി മാറി അവരുടെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ബീവർ അവിടെ വന്നെന്ന് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തോ രക്ഷപ്പെട്ടു പോകുന്നു, അവനെ പോയി പിടിക്കാമെന്ന് പറയുന്നു. ഇവരങ്ങനെ എല്ലാവരും അവനെ ഫോളോ ചെയ്തു പോകുന്നു. ഇവിടെ പാവോട്ടാണ് ഈ മിൽട്ടന്റെ അടുത്ത് വന്നെന്ന് നടന്നതൊക്കെ പറയുന്നു. അവന്റെ പ്ലാനും പറയുന്നു. എന്നാൽ ഇതെല്ലാം സൈഡിൽ നിന്ന് മേയർ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മിൽട്ടൺ അവനെ സമാധാനമായി അവന്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞുകൊണ്ടിരുന്നതും കറക്റ്റ് നമ്മുടെ ടീമും അങ്ങോട്ട് വരുന്നു. നിക്കിന്റെ അടുത്തും ജൂഡിയുടെ അടുത്തും പോപ്പറ്റിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് ഗ്യാരിയും ബീവറും മറ്റവരെ തടയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരും അങ്ങനെ വന്ന് നോക്കിയതും പാവോട്ട് ഒരു വലിയ മേസ് പോലുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്. ഇവരും അങ്ങനെ വന്ന് നിന്ന് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോൾ എന്തിനാണ് കൺഫ്യൂഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ബുൾഡോസർ എടുത്ത് എല്ലാം ഇടിച്ച് നിരപ്പാക്കി കൊണ്ടുപോകുന്നു. ഇവരങ്ങനെ ആദ്യം പാവോട്ടിനെ അടിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ പാവോട്ട് ഇവരെ പിടിച്ചു വെച്ചതും ആ പാമ്പും ബീവറും വന്ന് ഇവരെ രക്ഷിക്കുന്നു. നോക്കി നമ്മുടെ മേയറാണ് ബാക്കി മൂന്നുപേരെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരങ്ങനെ നാലുപേരും ചേർന്ന് പാവോട്ടിനെ അടിച്ചിട്ട് ആ ടവറിന്റെ അകത്തൂടെ റെപ്റ്റൈൽസിന്റെ സ്ഥലത്തോട്ടും പോകുന്നു. ആ സ്ഥലം തന്നെ കാണാൻ ഒരുപാട് ഭംഗിയായിട്ടുകൊണ്ട് ഗ്യാരി അങ്ങനെ അവന്റെ മുത്തശ്ശിയുടെ വീടും കണ്ടുപിടിക്കുന്നു. മുത്തശ്ശിയുടെ വീടും കണ്ടുപിടിക്കുന്നു. ഗ്യാരി അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഫോട്ടോസും ബാക്കിയെല്ലാം കണ്ട് ഒരുപാട് സന്തോഷപ്പെടുന്നു. അവർക്കും അങ്ങനെ ആ വെതറുകളെല്ലാം അവന്റെ മുത്തശ്ശിയുടെ ഐഡിയാണെന്നുള്ളതിന്റെ ഒറിജിനൽ പാറ്റേൺ കിട്ടുന്നു. നിങ്ങളെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് പാവോട്ടം തിരിച്ചു വന്നു. പോലീസ് അവന്റെ മണ്ടയ്ക്ക് ടർണടിച്ച് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അവസാനം ലിങ്സ്ലി ചെയ്ത തെറ്റെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ജൂഡിക്ക് നിക്കിന് മെഡലും കൊടുക്കുന്നു. ചീഫ് പോവുകയും ഓക്കെ ആവുന്നു. ഇവരെ നല്ല പാർട്ട്നേഴ്സ് ആണെന്ന് മൊത്തം ഡിപ്പാർട്ട്മെന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ആ റെപ്റ്റൈൽസിന്റെ സ്ഥലം ഓപ്പൺ ആക്കുന്നു. ഒളിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന റെപ്റ്റൈൽസും അവിടെ ഒന്ന് വളരെ സന്തോഷമായിട്ടും ഫ്രീഡത്തോടെ ജീവിക്കാൻ തുടങ്ങുന്നു. റെപ്റ്റൈൽസും അങ്ങനെ ബാക്കി മൃഗങ്ങളുമായിട്ട് ഒത്തു ജീവിക്കാനും തുടങ്ങി. ഗ്യാരിയുടെ മൊത്തം ഫാമിലി അങ്ങോട്ട് വരുന്നു. ജൂഡിക്ക് അവർ നന്ദി പറയുന്നു. നിക്കും ആ പൊട്ടിപ്പോയപ്പോനെ ശരിയാക്കി ജൂഡിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ കാണിക്കുകയാണെങ്കിൽ ഈ ചെമ്മരിയാട് നാട് വിട്ടു പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നു. ഇവളെ പിടിക്കാൻ വേണ്ടി അവരും അവിടെയുണ്ട്. വീണ്ടും ഷക്കീരയുടെ പാട്ട് കേൾക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും കാണിക്കുന്നു. അതോടെ നമ്മുടെ മൂവി വളരെ ഹാപ്പി ആയിട്ട് തന്നെ തീരുന്നു. പിന്നെ മൂവിയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീനായിട്ട് ജൂഡി അവളുടെ റൂമില് ആ പെണ്ണ് അവിടെ വെക്കുന്നു. എന്നിട്ട് പുറത്തോട്ട് പോയതും ഒരു ചിറക് അവിടെ വന്ന് വീഴുന്നു. ഈ മൂവിയിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അത് പിടിച്ച് നോക്കിക്കോ. ഇതുപോലുള്ള വേറെ മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും ക്ലിങ് എന്ന് പറഞ്ഞു.